പുലിക്കണ്ണി കാരികുളത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു. കുഴിയാനിമറ്റം ജെയിംസ്, തൈവളപ്പിൽ ജോസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കഴിഞ്ഞ രാത്രി കൃഷിനാശമുണ്ടായത്. രണ്ടിടങ്ങളിലെ 140ഓളം നേന്ത്രവാഴകളും കവുങ്ങുകളും കാട്ടാന നശിപ്പിച്ചു. കഴിഞ്ഞ മാസം കുഴിയാനിമറ്റം ജെയിംസിന്റെ 100ലധികം വരുന്ന റബ്ബർ തൈകളും കാട്ടാന നശിപ്പിച്ചിരുന്നു. പ്രദേശത്ത് അടിക്കടിയുണ്ടാകുന്ന ഒറ്റയാന്റെ വിളയാട്ടത്തിൽ കൃഷി നശിക്കുന്നത് മൂലം ദുരിതത്തിലാണ് കർഷകർ. ഇന്നലെ രാത്രി കാട്ടാനക്കൂട്ടം കയറി നശിപ്പിച്ച വാഴത്തോട്ടമാണ് കാണുന്നത്. ഇവിടെ പോയിരിക്കുന്നത് കൂടാതെ തന്നെ ഈ വാഴത്തോട്ടത്തിൽ പല സ്ഥലത്തായിട്ട് ആന കയറി ഇന്നലെ ഒരുപാട് വാഴേൻ്റെ നശിപ്പിച്ചു. 100 വാഴയോളം നാശം സംഭവിച്ചിട്ടുണ്ട്. കുറേ വാഴകൾ ചവിട്ടി ഓടിച്ചു, അങ്ങനെയെല്ലാം. അതുപോലെ അടയ്ക്കാമരം പിന്നെ തൊട്ടപ്പുറത്ത് വീടിൻ്റെ മതിൽ ചവിട്ടി പൊളിച്ച് അപ്പുറത്ത് കടന്നു. ഇങ്ങനെ ആനയുടെ ശല്യം ഇവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യമായി ഞങ്ങളിത് ഗവൺമെൻറ് തലത്തിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പല അപേക്ഷകൾ വെച്ചു. അതുപോലെ തന്നെ ഇതൊക്കെ ഈ അപേക്ഷകൾ വയ്ക്കുന്നതല്ലാണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഫെൻസിങ്ങിന് വേണ്ടി അളന്നു പോയി, അല്ലാതെ പിന്നീട് അത് വെക്കാനോ അല്ലെങ്കിൽ ആ ഫെൻസിങ് ഇട്ട് ജനങ്ങളെ സഹായിക്കാനോ ഉള്ളൊരു നല്ല മനസ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ പാവപ്പെട്ട കൃഷിക്കാർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ടാണ് ഈ ടൗണിലും അതുപോലെയുള്ളവർ താമസിക്കുമ്പോൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി കിട്ടുന്നതെന്നുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ആനയുടെ നേരെ ഒന്ന് കല്ലെടുത്ത് ഓങ്ങിയാൽ അപ്പോൾ അവരുടെ പേരിൽ കേസെടുക്കും. ഈ ജനങ്ങളിലെ ലക്ഷങ്ങൾ നഷ്ടമുണ്ടായാലും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 10 ലക്ഷം കൊടുക്കാം, മരിച്ചാൽ 10 ലക്ഷം കൊടുക്കാം, മരിച്ചോട്ടെ എന്നുള്ളതാണ് തോന്നുന്നത്.